നമസ്കാരം. വാർത്തകളും വിശേഷങ്ങളുമായി സൗത്ത് വിഷൻ വാർത്തകളിലേക്ക് സ്വാഗതം. ഞാൻ സിനി ചന്ദ്ര. ഇന്നത്തെ പ്രധാന സംഭവവികാസങ്ങളിലേക്ക്. നിർമ്മാണ തുക നൽകിയില്ല. അംഗനവാടി പൂട്ടി താക്കോലുമായി കരാറുകാരൻ സ്ഥലം വിട്ടു. കരവാളൂർ പഞ്ചായത്തിലെ 21 നമ്പർ അംഗനവാടിയിലാണ് സംഭവം. ഏഴാം മൈലിൽ സ്വകാര്യ സ്കൂളിൽ വിദ്യാർത്ഥികൾക്ക് ഭക്ഷ്യവിഷബാധ. കുട്ടികളെ വിവിധ ആശുപത്രികളിൽ പ്രവേശിപ്പിച്ചു. വെള്ളത്തിൽ നിന്നാണ് വിഷബാധ ഉണ്ടായതെന്ന് സൂചന. ഇന്ധന വില വർധനവിൽ വ്യാപക പ്രതിഷേധം. സംസ്ഥാന വ്യാപക പ്രതിഷേധവുമായി CPIM. ഏരിയ കേന്ദ്രങ്ങളിൽ കേന്ദ്ര സർക്കാർ ഓഫീസുകൾക്ക് മുന്നിൽ ധർണ. സംസ്ഥാനത്ത് കാലവർഷം എത്തിയതായി കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. 3 ദിവസം വൈകിയാണ് തെക്കു പടിഞ്ഞാറൻ മൺസൂൺ എത്തിയത്. അടുത്ത 5 ദിവസം ശക്തമായ കാറ്റിനും മഴയ്ക്കും സാധ്യത. വിശദമായ വാർത്തകളിലേക്ക്. കുടിശ്ശിക നൽകിയില്ല. അംഗനവാടി പൂട്ടി താക്കോലുമായി കരാറുകാരൻ സ്ഥലം വിട്ടു. കരവാളൂർ പഞ്ചായത്തിലെ 21 നമ്പർ അംഗനവാടിയിലാണ് സംഭവം. കരാർ പ്രകാരം ലഭിക്കേണ്ട 12 ലക്ഷം രൂപ കിട്ടാത്തതിനെ തുടർന്നാണ് കരാറുകാരൻ അംഗനവാടി പൂട്ടിയത്. കെട്ടിടം നിർമ്മിച്ചതിന്റെ കുടിശ്ശിക തുക ലഭിക്കാത്തതിനെ തുടർന്നാണ് അംഗനവാടി കെട്ടിടം കരാറുകാരൻ പൂട്ടി താക്കോലുമായി സ്ഥലം വിട്ടത്. കരവാളൂർ ഗ്രാമപഞ്ചായത്തിലെ കായംകുന്ന് വാർഡിലെ 21 നമ്പർ അംഗനവാടിയിലാണ് സംഭവം. 2025 ഒക്ടോബറിലാണ് അംഗനവാടി കെട്ടിടം ഉദ്ഘാടനം ചെയ്തത്. ഉദ്ഘാടനത്തിനും 1 വർഷം മുമ്പ് തന്നെ കെട്ടിടത്തിന്റെ നിർമ്മാണം പൂർത്തിയാക്കിയിരുന്നു. എന്നാൽ കരാറുകാരന് ലഭിക്കേണ്ട 12 ലക്ഷം രൂപ സാങ്കേതിക കാരണങ്ങളാൽ ഇതുവരെയും ലഭിച്ചിട്ടില്ല. നിരവധി തവണ അധികാരികളെ സമീപിച്ചിട്ടും തുക ലഭിക്കാത്ത സാഹചര്യത്തിലാണ് ഏരൂർ സ്വദേശിയായ കരാറുകാരൻ ദിവസങ്ങൾക്ക് മുമ്പ് അംഗനവാടി പൂട്ടി താക്കോലുമായി പോയത്. അംഗൻവാടി ഇവിടെ പഠിത്തമൊന്നും തുടങ്ങിയില്ലല്ലോ, അവിടെ അല്ലേ പഠിക്കുന്നേ. അതെന്താ തുറക്കാത്തെ? വെള്ളമില്ലേ? വെള്ളമൊക്കെ ഉണ്ടല്ലോ, കറണ്ട് ഉണ്ടല്ലോ. എന്നാ ഇനി വരുമായിരിക്കും. എപ്പോഴെങ്കിലും തുറന്നായിരുന്നു ഇത്? ഞാനിപ്പോ ഈ വഴിയെ പോകുന്നോണ്ട് കാണുന്നില്ല. ഈ വഴിയെ ചിലപ്പോഴൊക്കെ വരത്തുള്ളൂ. ഈ അംഗൻവാടി വേറെ എവിടെ പ്രവർത്തിക്കുന്നേ? ഉണ്ടല്ലോ, അവിടെ ഈ വീടിന്റെ കിഴക്കത്ത്. ലഭിക്കാനുള്ള തുക കിട്ടാതെ താക്കോൽ കൈമാറില്ലെന്നാണ് കരാറുകാരന്റെ നിലപാട്. സ്വന്തമായി സ്ഥലമില്ലാത്തതിനാൽ വർഷങ്ങളായി അംഗനവാടി വാടക കെട്ടിടത്തിലായിരുന്നു പ്രവർത്തിച്ചിരുന്നത്. മുൻ MLA PS സുബാലിന്റെ ഇടപെടലിനെ തുടർന്ന് KIPയുടെ 4 സെന്റ് സ്ഥലം പഞ്ചായത്തിന് ലഭ്യമാക്കി അവിടെയാണ് പുതിയ കെട്ടിടം നിർമ്മിച്ചത്. വൈദ്യുതി, കുടിവെള്ളം, കുട്ടികൾക്ക് ആവശ്യമായ ഉപകരണങ്ങൾ എന്നിവയെല്ലാം അംഗനവാടിയിൽ ലഭ്യമാക്കിയിട്ടുണ്ട്. പ്രവേശനോത്സവത്തോടനുബന്ധിച്ച് പുതിയ കെട്ടിടത്തിൽ പഠനം ആരംഭിക്കാമെന്ന പ്രതീക്ഷയിലായിരുന്നു രക്ഷിതാക്കളും നാട്ടുകാരും. എന്നാൽ അംഗനവാടി പൂട്ടി കരാറുകാരൻ താക്കോലുമായി പോയതോടെ എല്ലാവരും നിരാശയിലായി. നിലവിൽ പുതിയ കെട്ടിടത്തിന് സമീപത്തെ സ്വകാര്യ കെട്ടിടത്തിലാണ് അംഗനവാടി പ്രവർത്തിക്കുന്നത്. ഇവിടെയാകട്ടെ പരിമിതമായ സൗകര്യങ്ങൾ മാത്രമാണുള്ളത്. കരാറുകാരന് നൽകാനുള്ള തുക ഉടൻ അനുവദിക്കുന്നതിന് നടപടികൾ പുരോഗമിക്കുകയാണെന്നും ദിവസങ്ങൾക്കകം പ്രശ്നത്തിന് പരിഹാരമുണ്ടാകുമെന്നും കരവാളൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഡോക്ടർ അരുൺകുമാർ പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, പത്തനാപുരം. സംസ്ഥാന സർക്കാരിന്റെ പ്രധാന തെരഞ്ഞെടുപ്പ് വാഗ്ദാനമായ സ്ത്രീകളുടെ സൗജന്യ ബസ് യാത്ര ഓർഡിനറി ബസ്സുകളിൽ മാത്രമായി പരിമിതപ്പെടുത്തും. ഉയർന്ന ശ്രേണിയിലുള്ള ബസ്സുകളിൽ സൗജന്യ യാത്ര നടപ്പാക്കുന്നത് അപ്രായോഗികമാണെന്ന് വിദഗ്ധ സമിതി വിലയിരുത്തി. റിസർവേഷൻ സൗകര്യം ഉൾപ്പെടെയുള്ള ബസ്സുകളിൽ സൗജന്യ യാത്ര അനുവദിക്കില്ല. സംസ്ഥാന സർക്കാരിന്റെ പ്രധാന തെരഞ്ഞെടുപ്പ് വാഗ്ദാനമായ സ്ത്രീകളുടെ സൗജന്യ ബസ് യാത്ര KSRTC ഓർഡിനറി ബസ്സുകളിൽ മാത്രമായി പരിമിതപ്പെടുത്താൻ തീരുമാനം. ഫാസ്റ്റ് പാസഞ്ചർ മുതലുള്ള ഉയർന്ന ശ്രേണിയിലുള്ള ബസ്സുകളിൽ സൗജന്യ യാത്ര നടപ്പിലാക്കുന്നത് അപ്രായോഗികമാണെന്ന് KSRTC വിദഗ്ധ സമിതി വിലയിരുത്തി. റിസർവേഷൻ സൗകര്യമുള്ള ബസ്സുകളിൽ സൗജന്യ യാത്ര അനുവദിക്കുന്നത് സർവീസ് രംഗത്ത് വലിയ പ്രതിസന്ധി ഉണ്ടാക്കുമെന്നതിനാലാണ് പദ്ധതി ഓർഡിനറി ബസ്സുകളിൽ മാത്രമായി ചുരുക്കാൻ നിർദ്ദേശമുയർന്നത്. പദ്ധതി നടപ്പിലാക്കുന്നതിലൂടെ ടിക്കറ്റ് വരുമാനത്തിലുണ്ടാകുന്ന നഷ്ടം സർക്കാർ നികത്തും. ഇതിനായി പ്രതിമാസം ഏകദേശം 90 മുതൽ 100 കോടി രൂപ വരെ അധികമായി കണ്ടെത്തേണ്ടി വരുമെന്നാണ് പ്രാഥമിക കണക്ക്. നിലവിൽ ശമ്പളത്തിനും പെൻഷനുമായി സർക്കാർ നൽകുന്ന 80 കോടി രൂപയ്ക്ക് പുറമെയാണിത്. കോവിഡിന് മുൻപ് പ്രതിദിനം 35 ലക്ഷത്തോളം പേർ യാത്ര ചെയ്തിരുന്ന KSRTCയിൽ നിലവിലത് 20 മുതൽ 25 ലക്ഷമായി കുറഞ്ഞിട്ടുണ്ട്.
സൗജന്യ യാത്ര വരുന്നതോടെ യാത്രക്കാരുടെ എണ്ണത്തിൽ വലിയ വർധനവുണ്ടാകുമെന്ന് KSRTC പ്രതീക്ഷിക്കുന്നു. മുഖ്യമന്ത്രി VD സതീശൻ അറിയിച്ചത് പ്രകാരം ജൂൺ 15-ന് പദ്ധതി നടപ്പാക്കാനാണ് സർക്കാർ ലക്ഷ്യമിടുന്നത്. ഇത് സംബന്ധിച്ച അന്തിമ തീരുമാനം അടുത്ത മന്ത്രിസഭാ യോഗത്തിലുണ്ടാകും. ഭാവിയിൽ മറ്റ് സർവീസുകളിലേക്ക് പദ്ധതി വ്യാപിപ്പിക്കുന്ന കാര്യം സർക്കാർ പിന്നീട് തീരുമാനിക്കും. ന്യൂസ് ഡെസ്ക്. കായംകുളത്ത് നിരവധി പേരെ പേപ്പട്ടി കടിച്ചു. 2 ദിവസങ്ങളിലായാണ് സ്കൂൾ വിദ്യാർത്ഥികളെ ഉൾപ്പെടെ തെരുവ് നായ കടിച്ചത്. 12 പേർക്കാണ് നായയുടെ കടിയേറ്റത്. പടിഞ്ഞാറൻ മേഖലയിൽ പട്ടിശല്യം വളരെ ഇതിന് പ്രമാണിച്ചിട്ട് തന്നെ ഞാൻ മുനിസിപ്പാലിറ്റി കത്ത് കൊടുത്തതാണ് ഈ പട്ടികളെ പിടിച്ചു എന്ന്. അപ്പൊ അന്നേരം ഒക്കെ അതിനകത്ത് ഒരു അലംഭാവമാണ് കാണിച്ചുകൊണ്ടിരുന്നതെന്ന് തന്നെ വേണം പറയേണ്ടത്. അപ്പൊ അവർ പറയുന്ന ഇതിന് ഞാൻ പ്രോപ്പറായിട്ടുള്ള ഒരു പ്ലേസ് കാണിച്ചു കൊടുക്കണം പട്ടിയെ പിടിച്ചുകൊണ്ട് കളയുന്നതിന് വേണ്ടിയിട്ട്, അല്ലാതെ നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല എന്നാണ് ഹെൽത്തിൽ നിന്ന് എനിക്ക് കിട്ടിയ റിപ്പോർട്ട്. എൻ്റെ ആ കൊടുത്ത പരാതിയുടെ കോപ്പി ഉൾപ്പെടെ ഇരിപ്പുണ്ട്. ഇപ്പോൾ 8ഓളം പേരെ കടിച്ചുകൊണ്ട് വന്ന് ഇനി എത്ര പേര് വരുമെന്ന് നമുക്കറിയത്തില്ല. ഇന്നലെ പുല്ലോളങ്ങര ഭാഗത്തായിരുന്നു, ഇത് മറ്റു പ്രദേശങ്ങളിലോട്ടൊക്കെ. ആ പട്ടി ഇതുവരെ നമുക്ക് പിടിക്കാനും കഴിഞ്ഞിട്ടില്ല. രാവിലെ തന്നെ 4ഓളം പേരെ ഇത് ഈ കണ്ണമ്പള്ളി ഭാഗം കൊച്ചുപള്ളി ഭാഗം എന്ന് പറയുമ്പം ഒരുപാട് കുഞ്ഞുങ്ങളും മദ്രസയും സ്കൂളും വളരെ കൺജസ്റ്റഡ് ആയിട്ടുള്ള ഒരു റോഡിലൂടെ ഞങ്ങൾ കടന്നു പോകുന്നതാണ്. അത് തന്നെ ഒരു പരിഹാരം കണ്ടെത്താതെ ഇരിക്കുകയാണ്. കുഞ്ഞുങ്ങൾക്ക് ഓടി രക്ഷപ്പെടാൻ പോലും ആ റോഡിൽ കൂടെ പറ്റത്തില്ല. അതാണ് ഇപ്പോഴത്തെ അവസ്ഥ. കായംകുളത്ത് തുടർച്ചയായ 2ാം ദിവസവും തെരുവുനായുടെ ആക്രമണമുണ്ടായി. വിദ്യാർത്ഥികൾ ഉൾപ്പെടെ 8ഓളം പേർക്കാണ് കടിയേറ്റത്. കായംകുളം ഐക്യ ജംഗ്ഷന് വടക്കുഭാഗത്തായിരുന്നു സംഭവം. ഗുരുതരമായി കടിയേറ്റ 3 പേരെ ആലപ്പുഴ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. കഴിഞ്ഞ ദിവസം പിഞ്ചു കുഞ്ഞു ഉൾപ്പെടെ 4 പേരെ തെരുവുനായ കടിച്ചിരുന്നു. നൂറുകണക്കിന് തെരുവുനായ്ക്കളാണ് ദിനം പ്രതി ജനജീവിതത്തെ ദുസ്സഹപ്പെടുത്തി മുന്നോട്ട് പോകുന്നത്. ഇപ്പോൾ തന്നെ കായംകുളത്ത് ഇന്ന് രാവിലെ ഏതാണ്ട് 8ഓളം പേരെയാണ് കായംകുളം ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ ഗുരുതരമായ പട്ടികടിയേറ്റ് ഇവിടെ അഡ്മിറ്റാക്കിയിരിക്കുന്നത്. ഇനി എത്ര പേരെ കടിച്ചിട്ടുണ്ടെന്ന് പോലും അറിയില്ല. ഇന്നലെ തന്നെ 3 മാസം പ്രായമുള്ള ഒരു കുഞ്ഞിനെ തെരുവുനായ കടിച്ചിട്ട് മെഡിക്കൽ കോളേജിലേക്ക് അഡ്മിറ്റ് ചെയ്തിരിക്കുക. ആ കുഞ്ഞിനെ പരിപാലിച്ചിരുന്ന അമ്മുമ്മയും. അങ്ങനെ ഒരു ഭീകര അന്തരീക്ഷത്തിലൂടെ ഇന്ന് ഞങ്ങളുടെ പടിഞ്ഞാറൻ മേഖല കടന്നു പോകുന്നു. നായ്ക്ക് പേവിഷബാധ സ്ഥിരീകരിച്ചിട്ടുണ്ട്. പരിക്കേറ്റവർ കായംകുളം താലൂക്ക് ആശുപത്രിയിലും ആലപ്പുഴ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലുമായി ചികിത്സ തേടി. ന്യൂസ് ബ്യൂറോ, കായംകുളം. 7ാം മൈലിൽ സ്വകാര്യ സ്കൂളിൽ വിദ്യാർത്ഥികൾക്ക് കൂട്ടത്തോടെ ഭക്ഷ്യവിഷബാധ. ഛർദിയും വയറുവേദനയും വയറിളക്കവും ഉൾപ്പെടെ ദേഹാസ്വാസ്ഥ്യം അനുഭവപ്പെട്ട നിരവധി കുട്ടികളെ വിവിധ ആശുപത്രികളിലായി പ്രവേശിപ്പിച്ചു. ഇതിൽ ചില കുട്ടികൾ ചക്കുവള്ളിയിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലാണ്. എൻ്റെ ബ്ലോക്ക് ഡിവിഷൻ പരിധിയിൽ വരുന്ന 7ാം മൈലിലെ സെൻറ് തോമസ് റെസിഡൻഷ്യൽ സ്കൂളിലാണ് ഈ സംഭവം നടന്നത്. ഈ സംഭവം അറിഞ്ഞ ഉടനെ തന്നെ ഒരുപാട് രക്ഷകർത്താക്കൾ വിളിച്ചതിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ ഈ സ്കൂൾ സന്ദർശിച്ചത്. അപ്പോൾ നമ്മൾ സ്കൂളിലെ അധികൃതരുമായിട്ടൊക്കെ സംസാരിച്ചു. ഇന്നലെ ഉച്ചയ്ക്ക് ഏകദേശം ഒരു 12 മണിയോടെ സ്കൂളിലെ മോട്ടോർ കംപ്ലൈൻ്റ് ആവുകയും അങ്ങനെ ഈ സമീപ പ്രദേശങ്ങളിൽ കുടിവെള്ളം വിതരണം ചെയ്യുന്ന ഒരു ഏജൻസിയുമായിട്ട് ഇവർ കോൺടാക്ട് ചെയ്യുകയും കുട്ടികൾക്ക് പാത്രം കഴുകാനും മറ്റുമായിട്ട് അത്തരത്തിൽ വെള്ളം എത്തിക്കുകയും ചെയ്തു. അപ്പോൾ ഇന്നലെ രാത്രിയോടുകൂടിയാണ് ഒരുപാട് ഇവിടെ പഠിക്കുന്ന കുറച്ച് വിദ്യാർത്ഥികൾക്ക് ശാരീരികമായ ചില ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാകുന്ന സാഹചര്യം ഉണ്ടായി. പിന്നീട് അവർ ആശുപത്രിയിലൊക്കെ ചികിത്സ തേടി. ഇപ്പോഴും 1-2 കുട്ടികളൊക്കെ ആശുപത്രിയിലാണ്. അപ്പം പുറത്തുനിന്ന് എത്തിച്ച ആ ഒരു കുടിവെള്ളത്തിലാണ് ഇത്തരത്തിലുള്ള പ്രശ്നം ഉണ്ടായത് എന്നാണ് സ്കൂൾ അധികൃതർ പൊതുവായിട്ട് പറയുന്നത്. അപ്പോൾ എന്തായാലും സ്കൂളിലെ മാനേജ്മെന്റ് തന്നെ അത്തരത്തിൽ പഞ്ചായത്തിനെയും ഹെൽത്തിനെയും ഒക്കെ വിവരം അറിയിച്ചിട്ടുണ്ട്. 7ാം മൈൽ സെന്റ് തോമസ് റെസിഡൻഷ്യൽ സ്കൂളിലെ വിദ്യാർത്ഥികൾക്കാണ് ഭക്ഷ്യവിഷബാധയേറ്റത്. സ്കൂളിലെ ആവശ്യങ്ങൾക്കായി പുറത്തുനിന്ന് കൊണ്ടുവന്ന വെള്ളത്തിൽ നിന്നാണ് ഭക്ഷ്യവിഷബാധയേറ്റതെന്നാണ് പ്രാഥമിക നിഗമനം. കുടിക്കാൻ ഉപയോഗിച്ചില്ലെങ്കിലും കുട്ടികൾ ഭക്ഷണശേഷം കൈയും വായയും കഴുകിയത് ഇതിലാണ്. സ്കൂളിലെ പമ്പ് തകരാറിലായതിനെ തുടർന്നാണ് അധികൃതർ പുറത്തുനിന്ന് വെള്ളം എത്തിച്ചത്. കരാറുകാരനെയാണ് വെള്ളം എത്തിക്കാനായി ഏൽപ്പിച്ചത്. ഇയാൾ എത്തിച്ച വെള്ളമാണ് കുട്ടികൾ ഉപയോഗിച്ചത്. പാറമടയിൽ നിന്നാണ് ഇയാൾ വെള്ളമെടുത്തതെന്നും നിർമ്മാണ ആവശ്യങ്ങൾക്കാണ് ഇത് നൽകുന്നതെന്നും പറയപ്പെടുന്നു. സംഭവത്തിൽ ആരോഗ്യവകുപ്പ് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. കുട്ടികൾക്ക് നൽകിയ വെള്ളത്തിന്റെ സാമ്പിളുകൾ ശേഖരിച്ച് ശാസ്ത്രീയ പരിശോധനയ്ക്ക് അയക്കും. കുടിവെള്ളം വിതരണം ചെയ്തതിലെ വീഴ്ചകൾ സംബന്ധിച്ചും അധികൃതർ പരിശോധിക്കുന്നുണ്ട്. സുരക്ഷാ മുൻകരുതലുകളുടെ ഭാഗമായി സ്കൂളിലും പരിസരത്തും ആരോഗ്യവകുപ്പ് പരിശോധന നടത്തി. തുടർന്ന് സ്കൂൾ മാനേജ്മെന്റ് തന്നെ പഞ്ചായത്തിനെയും ഹെൽത്തിനെയൊക്കെ പോലീസിനെയൊക്കെ വിവരം അറിയിച്ചു. അപ്പോൾ ഇപ്പോൾ ജനപ്രതിനിധികളുടെയും ഉദ്യോഗസ്ഥരുടെയും പോലീസിന്റെ ഒക്കെ ഒരു മീറ്റിംഗ് കഴിഞ്ഞതേ ഉള്ളൂ. അപ്പോൾ എന്തായാലും ഈ കുടിവെള്ളം വിതരണം ചെയ്തതിൽ വലിയ ഗുരുതരമായിട്ടുള്ള ഒരു തെറ്റ് ആ ഏജൻസിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ എവിടെ നിന്നാണ് ഈ വെള്ളം എത്തിച്ചത് എന്നുള്ളത് പോലീസ് കൃത്യമായി തന്നെ പരിശോധിക്കും. അതോടൊപ്പം തന്നെ ഫുഡ് സേഫ്റ്റി ഡിപ്പാർട്ട്മെന്റിനും പരാതി നൽകാൻ തീരുമാനിച്ചിട്ടുണ്ട്.
അപ്പോൾ എന്തായാലും വെള്ളം വിതരണം ചെയ്ത കുടിവെള്ളവും അതോടൊപ്പം തന്നെ സ്കൂളിലെ കുടിവെള്ളവും ഒക്കെ ടെസ്റ്റിങ്ങിന് വിധേയമാക്കിക്കൊണ്ട് ആരുടെ ഭാഗത്താണ് പോരായ്മയുള്ളത് എന്നിട്ട് അല്ലെങ്കിൽ ഗുരുതരമായൊരു വീഴ്ചയാണ് ഇവിടെ സംഭവിച്ചിരിക്കുന്നത്. കാരണം കൊച്ചുകുട്ടികളാണ്, UKG മുതൽ പ്രീ സ്കൂൾ വരെ പ്രവർത്തിക്കുന്ന ഒരു സ്കൂളാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും സ്കൂൾ മാനേജ്മെന്റ് കൃത്യമായ വിശദീകരണം ഇതുമായി ബന്ധപ്പെട്ട് തന്നിട്ടുണ്ട്. അപ്പോൾ എന്തായാലും കൊണ്ടുവന്ന കുടിവെള്ളത്തിലെ പ്രശ്നമാണോ ഇത് എന്ന് പരിശോധിക്കാനുള്ള പരിശോധനകളൊക്കെ ഹെൽത്തിന്റെ ഭാഗത്തുനിന്ന് നടക്കുന്നുണ്ട്. ന്യൂസ് ബ്യൂറോ, ശാസ്താംകോട്ട. ഡിവൈഎഫ്ഐയുടെ നേതൃത്വത്തിൽ ദേശീയപാത എക്സിക്യൂട്ടീവ് എഞ്ചിനീയറെ ഉപരോധിച്ചു. കല്ലും താഴത്ത് റെയിൽവേ മേൽപ്പാലത്തിന്റെ നിർമ്മാണം നീളുന്നതിൽ പ്രതിഷേധിച്ചായിരുന്നു ഉപരോധം. അടച്ചിട്ടിരിക്കുന്ന കല്ലും താഴം അയത്തിൽ റോഡ് തുറക്കണമെന്നും ഡിവൈഎഫ്ഐ ആവശ്യപ്പെട്ടു. കല്ലുംതാഴത്ത് റെയിൽവേ മേൽപ്പാലം നിർമ്മാണം നീളുന്നതിൽ പ്രതിഷേധിച്ചും അടച്ചിട്ട കല്ലുംതാഴം അയത്തിൽ റോഡ് തുറക്കണമെന്ന് ആവശ്യപ്പെട്ടുമാണ് ഡിവൈഎഫ്ഐ പ്രവർത്തകർ കൊല്ലത്ത് ദേശീയപാത എക്സിക്യൂട്ടീവ് എഞ്ചിനീയറെ ഉപരോധിച്ചത്. ഉപരോധത്തെ തുടർന്ന് ദേശീയപാത അധികൃതർ ഡിവൈഎഫ്ഐ സംസ്ഥാന ട്രഷറർ SR അരുൺബാബു ഉൾപ്പെടെയുള്ള നേതാക്കളുമായി ചർച്ച നടത്തി. 12-ന് മുമ്പായി റോഡ് തുറക്കാമെന്നും നിർമ്മാണം വേഗത്തിൽ പൂർത്തിയാക്കാമെന്നും അധികൃതർ ഉറപ്പു നൽകി. ഇതോടെയാണ് ഉപരോധ സമരം അവസാനിപ്പിച്ചത്. നിർമ്മാണം വേഗത്തിൽ പൂർത്തിയാക്കാമെന്നും യാത്രക്കാർക്ക് സഹായകമായി മുന്നറിയിപ്പ് ബോർഡുകൾ സ്ഥാപിക്കാമെന്നും അധികൃതർ ഉറപ്പു നൽകിയതായി ഡിവൈഎഫ്ഐ നേതാക്കൾ പറഞ്ഞു. വിഷയത്തിൽ കളക്ടർ ബുധനാഴ്ച ബന്ധപ്പെട്ടവരുടെ അടിയന്തര യോഗം വിളിച്ചിട്ടുണ്ട്. ഡിവൈഎഫ്ഐ കൊല്ലം ഈസ്റ്റ് ബ്ലോക്ക് കമ്മിറ്റി സംഘടിപ്പിച്ച ഉപരോധം SR അരുൺബാബു ഉദ്ഘാടനം ചെയ്തു. കൊല്ലം ജില്ലയിലെ ഏറ്റവും പ്രധാനപ്പെട്ട റോഡാണ്. എന്നുവെച്ചാൽ തമിഴ്നാട്ടിൽ നിന്നുൾപ്പെടെയുള്ള ആളുകൾ വന്ന് കൊല്ലത്തെ നഗരത്തെ ബന്ധിപ്പിക്കുന്ന റോഡാണിത്. ആയിരക്കണക്കിന് വാഹനങ്ങളാണ് മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നടക്കം വന്ന് ഈ പുനലൂർ, കൊട്ടാരക്കര, കുണ്ട്ര വഴി കൊല്ലത്തേക്ക് വന്ന് നഗരത്തിലേക്ക് വരാൻ ആശ്രയിക്കുന്ന റോഡാണ്. ആ റോഡ് വളരെ അശാസ്ത്രീയമായിട്ടുള്ള നിർമ്മാണം ആ മേഖലയിൽ നടത്തുന്നതുമായി ബന്ധപ്പെട്ട് അവിടെ സർവീസ് റോഡിന്റെ നിർമ്മാണം തന്നെ ചില അശാസ്ത്രീയത ഇപ്പോൾ വിദഗ്ധ ആളുകൾ ചൂണ്ടിക്കാട്ടുന്നുണ്ട്. അപ്പോൾ ഈ നിർമ്മാണ പ്രവർത്തനം ഇപ്പോൾ കഴിഞ്ഞ 3 മാസത്തിന് മുമ്പാണ് ഈ സർവീസ് റോഡ് അടച്ചത്. ആ നിർമ്മാണം നടത്തുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് സർവീസ് റോഡ് അടച്ചത്. പക്ഷേ കഴിഞ്ഞ 3 മാസക്കാലമായിട്ട് പ്രധാനപ്പെട്ട ബൈപ്പാസ് റോഡിലും ഒരു നിർമ്മാണ പ്രവർത്തനം നടത്തുന്നില്ല, സർവീസ് റോഡിലും ഒരു നിർമ്മാണ പ്രവർത്തനം നടത്തുന്നില്ല. നിരവധി ആശുപത്രികൾ, ഏതാണ്ട് കൊല്ലത്തെ ഏറ്റവും പ്രധാനപ്പെട്ട മെഡിക്കൽ കോളേജ്, NS ഹോസ്പിറ്റൽ അടക്കമുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഹോസ്പിറ്റലുകളുള്ള, വിദ്യാലയങ്ങളുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു റോഡ് കഴിഞ്ഞ 3 മാസക്കാലമായിട്ട് അടച്ചിട്ടിട്ട് യാതൊരു തരത്തിലുള്ള ഇടപെടലുകളും നടത്തുന്നില്ല. ഈ മാസം സർവീസ് റോഡ് തുറന്നു കൊടുക്കും. അധ്യയന വർഷം ആരംഭിക്കുന്നതിന് മുമ്പ് സർവീസ് റോഡുകൾ തുറന്നു കൊടുക്കുമെന്നാണ്, ജൂണിന് മുമ്പ് തന്നെ തുറന്നു കൊടുക്കുമെന്നാണ് പറഞ്ഞതെങ്കിൽ ആ റോഡിന്റെ നിർമ്മാണം പൂർത്തീകരിച്ചില്ല. തുറന്നു കൊടുക്കുന്നതുമായി ബന്ധപ്പെട്ട് യാതൊരു തരത്തിലുള്ള ഇടപെടലും നടത്തിയിട്ടില്ല. അത് മാത്രമല്ല ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം, മറ്റ് സ്ഥലങ്ങളിൽ നിന്ന് വരുന്ന ആളുകൾ തന്നെ കല്ലും താഴത്ത് വന്നിട്ട് എങ്ങോട്ട് പോകണമെന്ന് ആശങ്കപ്പെടുകയാണ്. ഒരു സൈൻ ബോർഡ്, എങ്ങോട്ടാണ് യാത്ര തിരിച്ചുവിട്ടിരിക്കുന്നത്, വഴി തിരിച്ചുവിട്ടിരിക്കുന്നത് എങ്ങനെയാണെന്നുള്ള ഒരു സൈൻ ബോർഡ് പോലും സ്ഥാപിക്കാൻ ബന്ധപ്പെട്ട അധികാരികൾ ശ്രമിച്ചിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം. ഈ വിഷയങ്ങൾ ഉയർത്തിക്കാട്ടിക്കൊണ്ടാണ് ഇന്നിപ്പോൾ ഞങ്ങൾ സമരം നടത്തിയത്. ഇന്നിപ്പോൾ ഈ സമരം നടത്തിയത് ഒരു സൂചനാ സമരം എന്ന നിലയിലാണ്. നമ്മുടെ കൊല്ലം ജില്ലയിലെ ഏറ്റവും പ്രധാനപ്പെട്ട റോഡാണ്. ജില്ലാ കമ്മിറ്റി അംഗം TP അഭിമന്യു, ബ്ലോക്ക് പ്രസിഡന്റ് N കാർത്തിക്, സെക്രട്ടറി മുഹമ്മദ് റാഫി, S അനന്തവിഷ്ണു തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കൊല്ലം. പുനലൂർ BSNL ഓഫീസിലേക്ക് CPIM മാർച്ചും ധർണയും നടത്തി. പെട്രോളിയം ഉൽപ്പന്നങ്ങളുടെ വില വർധനവിൽ പ്രതിഷേധിച്ചായിരുന്നു ധർണ. സംസ്ഥാന വ്യാപകമായി ഏരിയ കേന്ദ്രങ്ങളിൽ നടത്തിയ പ്രതിഷേധത്തിന്റെ ഭാഗമായാണ് മാർച്ചും ധർണയും നടത്തിയത്. പെട്രോളിയം ഉൽപ്പന്നങ്ങളുടെ വില വർധനവിലും വിലക്കയറ്റത്തിലും പ്രതിഷേധിച്ചാണ് CPIMന്റെ നേതൃത്വത്തിൽ സംസ്ഥാന വ്യാപകമായി കേന്ദ്ര സർക്കാർ ഓഫീസുകളിലേക്ക് മാർച്ചും ധർണയും നടത്തിയത്. ഏരിയ കേന്ദ്രങ്ങളിൽ സംഘടിപ്പിച്ച പ്രതിഷേധത്തിന്റെ ഭാഗമായി പുനലൂർ BSNL ഓഫീസിന് മുന്നിലും മാർച്ചും ധർണയും നടത്തി. CPIM ജില്ലാ കമ്മിറ്റി അംഗം S ബിജു ഉദ്ഘാടനം ചെയ്തു. അതിരൂക്ഷമായിട്ടുള്ള വിലക്കയറ്റം മാത്രമല്ല, വലിയ തോതിലുള്ള നാണയപ്പെരുപ്പം, രൂപയുടെ വിനിമയ മൂല്യം ഓരോ ദിവസം കഴിയുന്തോറും കുറഞ്ഞു വരികയാണ്. ഇങ്ങനെ ഒരു സാമ്പത്തിക തകർച്ച നമ്മുടെ രാജ്യത്തിന് ഉണ്ടാകാൻ ഇടയായിട്ടുള്ള തെറ്റായിട്ടുള്ള ജനവിരുദ്ധമായിട്ടുള്ള സാമ്പത്തിക നയങ്ങൾ കോൺഗ്രസ് ഗവൺമെന്റിന്റെ കാലഘട്ടത്തിൽ 1990-ൽ നരസിംഹറാവു ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായിരിക്കുമ്പോൾ ആരംഭിച്ചതാണ്. ആ സാമ്പത്തിക നയങ്ങളുടെ വളരെ ശക്തമായിട്ടുള്ള പ്രയോഗമാണ് നമ്മുടെ രാജ്യത്ത് ഇപ്പോൾ അധികാരത്തിലുള്ള നരേന്ദ്രമോദി ഗവൺമെന്റ് പിന്തുടരുന്നു.
ഇതിന്റെ ഭാഗമായി പൊതുമേഖലയുടെ സ്വകാര്യവൽക്കരണം ഉൾപ്പെടെയുള്ള നടപടികൾ രാജ്യത്ത് ശക്തിപ്പെടുകയാണ്. നേരത്തെ ഇവിടെ സ്വാഗതം പറഞ്ഞ പാർട്ടിയുടെ ഏരിയ സെക്രട്ടറി അഡ്വക്കേറ്റ് പി സജി സൂചിപ്പിച്ചതുപോലെ ഇന്ധന വിലയുടെ നിർണയിക്കാനുള്ള അവകാശം സ്വകാര്യ കുത്തകകൾക്ക് കൊടുത്തതാണ് ഈ രാജ്യത്തെ വിലക്കയറ്റത്തിനിടയാക്കിയത്. ഇതിന്റെ ഫലമായി വലിയ തോതിൽ രാസവളത്തിന്റെ വില വർദ്ധിച്ചിരിക്കുന്നു. കഴിഞ്ഞ 2-3 മാസത്തിനിടയിൽ വെച്ച് ബിറ്റുമിൻ ഉൽപ്പന്നങ്ങളുടെ പ്രധാനമായി ടാറിന്റെ വില ഇരട്ടിയിലധികമായി വർദ്ധിച്ചിരിക്കുന്നു. അതുകൊണ്ട് തന്നെ റോഡ് ടാറിങ്ങിന് വർക്കെടുത്ത കോൺട്രാക്ടർമാർ നമ്മുടെ രാജ്യത്ത് എവിടെയും ആ വർക്ക് ചെയ്യാൻ കഴിയാതെ അവർ അന്തം വിട്ട് നിൽക്കുകയാണ്. 25 ലക്ഷം രൂപയ്ക്ക് ഒരു വർക്ക് എടുത്തെങ്കിൽ ഇപ്പോ 50 ലക്ഷം രൂപ ചെലവാക്കേണ്ട നിലയിലാണ് കാര്യങ്ങൾ എത്തി നിൽക്കുന്നത്. CITU ഏരിയ സെക്രട്ടറി AR കുഞ്ഞുമോൻ അധ്യക്ഷത വഹിച്ചു. CPIM ഏരിയ സെക്രട്ടറി അഡ്വക്കേറ്റ് പി സജി സ്വാഗതം പറഞ്ഞു. ഏരിയ കമ്മിറ്റി അംഗങ്ങളായ ഡോക്ടർ കെ ഷാജി, R രാമചന്ദ്രൻ പിള്ള, സുഭാഷ് ജി നാഥ, D ദിനേശൻ, S വിനോദ, S സതീഷ്, റാണി ജേക്കബ്, ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി അജു ആന്റണി, രാമൻകുട്ടി, സുബ്രഹ്മണ്യം പിള്ള തുടങ്ങിയവർ പങ്കെടുത്തു. നിമ്മി എബ്രഹാം, നഗരസഭാ കൗൺസിലർമാരായ R റിയാസ്, സുശീല രാധാകൃഷ്ണൻ, ജോസഫ് ദേവസ്യ, മോഹനകുമാർ, പ്രസന്നകൃഷ്ണ, ഷഫ്ന ഷാജഹാൻ, K പ്രവീണ തുടങ്ങിയവർ സമരത്തിന് നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, പുനലൂർ. ഇന്ധനവില വർധനവിനെതിരെ CPIMന്റെ നേതൃത്വത്തിൽ ഏരിയ കേന്ദ്രങ്ങളിൽ പ്രതിഷേധം. കേന്ദ്ര സർക്കാർ ഓഫീസുകൾക്ക് മുന്നിൽ മാർച്ചും ധർണയും നടത്തി. കൊല്ലം ചിന്നക്കട പോസ്റ്റ് ഓഫീസിന് മുന്നിലും ധർണ നടത്തി. ഇന്ധന വില വർധനവിൽ പ്രതിഷേധിച്ചാണ് CPIMന്റെ നേതൃത്വത്തിൽ ഏരിയ കേന്ദ്രങ്ങളിൽ പ്രതിഷേധം സംഘടിപ്പിച്ചത്. ചിന്നക്കട പോസ്റ്റ് ഓഫീസിന് മുന്നിൽ നടത്തിയ സമരം CPIM ജില്ലാ സെക്രട്ടറി സുദേവൻ ഉദ്ഘാടനം ചെയ്തു. ജില്ലയിലെ 18 ഏരിയ കേന്ദ്രങ്ങളിലെ കേന്ദ്ര സർക്കാർ ഓഫീസുകൾക്ക് മുന്നിൽ മാർച്ചും ധർണയും നടത്തി. ലിറ്ററിന്റെ വില 33 രൂപ 79 പൈസയായി. 2017 72 രൂപ 24 പൈസയായി. ഇന്ന് 115 രൂപ 45 പൈസയായി. പെട്രോളിന്റെയും ഡീസലിന്റെയും വില വർദ്ധിച്ചതിന്റെ ഭാഗമായി KSRTC മാത്രമല്ല രാജ്യത്തെ ഗതാഗത മേഖലയാകെ പ്രതിസന്ധിയിലായി. ഹോട്ടലുകൾ, റെസ്റ്റോറന്റുകൾ, ചായക്കടകൾ, അനുബന്ധ മേഖലകൾ പൂർണ്ണമായി തകരുകയും ആഴ്ചകളോളമായി ഹോട്ടലുകളും സാധാരണ ചായക്കടയുമെല്ലാം അടച്ചിടുന്ന സ്ഥിതിവിശേഷം സംജാതമായി. എന്താണ് ഇതിന്റെ പ്രധാനപ്പെട്ട കാരണം? 2010 മുമ്പ് ചിന്നക്കടയിൽ പെട്രോളിന്റെ വില വർദ്ധിക്കുന്നത് ഏപ്രിൽ മാസം 1-നായിരുന്നു. മാർച്ച് മാസത്തിൽ കേന്ദ്ര ബജറ്റ് അവതരിപ്പിച്ചാൽ, ഒരു ഘട്ടത്തിൽ റെയിൽവേ ബജറ്റ് അവതരിപ്പിച്ചാൽ പെട്രോളിന്റെയും ഡീസലിന്റെയും വില കൂടുമെന്ന് നിങ്ങൾക്കും എനിക്കും അറിയാമായിരുന്നു. മാർച്ച് 31-ാം തീയതി ടിന്നുകളിലായി ഡ്രൈവർമാർ പമ്പിൽ തലേ ദിവസം പോയി പെട്രോളും ഡീസലും വാങ്ങി വെച്ചുകൊണ്ടിരുന്ന അനുഭവമുള്ളതായിരുന്നു കേരളം, നമ്മുടെ രാജ്യം. ചിന്നക്കട റെസ്റ്റ് ഹൗസിൽ നിന്നും CITU തൊഴിലാളികളുടെ നേതൃത്വത്തിൽ ഓട്ടോറിക്ഷ കെട്ടിവലിച്ചുകൊണ്ടായിരുന്നു പ്രതിഷേധ പ്രകടനം നടത്തിയത്. പെട്രോൾ ഡീസൽ വിലവർദ്ധനവിൽ പ്രതിഷേധിച്ചുകൊണ്ട് CPIMന്റെ കൊല്ലം ഏരിയ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ചിരിക്കുന്ന പ്രതിഷേധ സമരത്തിൽ പങ്കെടുത്തുകൊണ്ട് AM ഇക്ബാൽ, ബേസിലാൽ, രാജേന്ദ്രബാബു, വിശ്വനാഥൻ തുടങ്ങിയവർ നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, കൊല്ലം. ചവറ BSNL ഓഫീസിലേക്ക് CPIM പ്രവർത്തകർ മാർച്ചും ധർണയും നടത്തി. പെട്രോളിയം ഉൽപ്പന്നങ്ങളുടെ വില വർധനവിൽ പ്രതിഷേധിച്ച് സംസ്ഥാന വ്യാപകമായി ഏരിയ കേന്ദ്രങ്ങളിൽ പ്രതിഷേധം സംഘടിപ്പിച്ചതിന്റെ ഭാഗമായാണ് മാർച്ചും ധർണയും നടത്തിയത്. CPIM ചവറ ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിലായിരുന്നു പ്രതിഷേധം. പെട്രോളിയം ഉൽപ്പന്നങ്ങളുടെ വില വർധനവിൽ പ്രതിഷേധിച്ചാണ് BSNL ഓഫീസിലേക്ക് മാർച്ചും ധർണയും നടത്തിയത്. CPIM ചവറ ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിലായിരുന്നു പ്രതിഷേധം. ഡോക്ടർ PK ഗോപൻ സമരം ഉദ്ഘാടനം ചെയ്തു. റഷ്യ 40% ഡിസ്കൗണ്ടിലാണ് ഇന്ത്യക്ക് എണ്ണ തന്നുകൊണ്ടിരുന്നത്. അതായത് അവിടെ ക്രൂഡ് ഓയിൽ എത്ര വില വർദ്ധിച്ചാലും, ക്രൂഡ് ഓയിൽ എന്ന് പറഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും ഇപ്പൊ സുപരിചിതമാണല്ലോ,
നമ്മുടെ എണ്ണയുടെ അസംസ്കൃത വസ്തുവാണ് ക്രൂഡ് ഓയിൽ. ഈ ക്രൂഡ് ഓയിലിന്റെ വില 40% കുറച്ച് റഷ്യ തന്നുകൊണ്ടിരുന്നതാ. അവിടെ അമേരിക്ക ഭീഷണിപ്പെടുത്തി, ട്രംപ് ഭീഷണിപ്പെടുത്തി നരേന്ദ്രമോദിയെ. അങ്ങനെ നരേന്ദ്രമോദി റഷ്യയിൽ നിന്നുള്ള എണ്ണ ഇറക്കുമതി വേണ്ടെന്ന് വെച്ചു. അപ്പോൾ സ്വാഭാവികമായിട്ടും ശക്തമായ വിലക്കയറ്റം അതിൻ്റെ പേരിലുണ്ടാവും. ഏറ്റവും വലിയ ക്രൂരതയാണ് കാണിച്ചത്. ഇതാണ് പെട്രോൾ ഡീസൽ വില വർധനയുടെ ഒന്നാമത്തെ കാരണം. ഇത് രണ്ടാമത്തെ കാരണം എടുത്താൽ, നരേന്ദ്രമോദി അധികാരത്തിൽ വരുമ്പോൾ അദ്ദേഹത്തിന് ഇന്ത്യൻ ജനതയുടെ മുമ്പിൽ വെച്ചൊരു വാഗ്ദാനമുണ്ട്. പെട്രോളുമായി ബന്ധപ്പെട്ട്, ഡീസലുമായി ബന്ധപ്പെട്ട്, ഞങ്ങൾ അധികാരത്തിൽ വന്നാൽ 50 രൂപയ്ക്ക് പെട്രോൾ നൽകും. അന്ന് പെട്രോളിന്റെ വില 70 രൂപയാണ്. 70 രൂപ എന്ന് പറയുന്നത് തന്നെ വലിയ വിലക്കയറ്റമാണ്. അന്നത്തെ സമയത്ത് 10 വർഷം മുമ്പ് അല്ലെങ്കിൽ 12 വർഷം മുമ്പ് 70 രൂപ എന്ന് പറഞ്ഞാൽ നല്ല വിലക്കയറ്റമാണ്. അപ്പൊ നരേന്ദ്രമോദി ജനങ്ങളോട് പറഞ്ഞു 50 രൂപയ്ക്ക് പെട്രോൾ നൽകും. അതിനുശേഷം നിരവധി വർഷങ്ങളായിട്ട് അത് 70 രൂപ ഒരു ബാരൽ ക്രൂഡ് ഓയിലിന് തുടരുകയായിരുന്നു. അപ്പോഴവരെന്താ ചെയ്തതെന്നറിയോ? ഈ പെട്രോളിന്റെ പുറത്ത് അധിക നികുതി ഏർപ്പെടുത്തി. അഡ്വക്കേറ്റ് ജി മുരളീധരൻ അധ്യക്ഷത വഹിച്ചു. ഏരിയ സെക്രട്ടറി ആർ രവീന്ദ്രൻ സ്വാഗതം പറഞ്ഞു. മോൻകുട്ടൻ, സുരേന്ദ്രൻപിള്ള, വി മധു എന്നിവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, ചവറ. സംസ്ഥാനത്ത് കാലവർഷം എത്തിയതായി കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ബുധനാഴ്ച മുതൽ സംസ്ഥാനത്ത് ലഭിച്ചു തുടങ്ങിയത് കാലവർഷത്തിന്റെ മഴയാണെന്ന് കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. 3 ദിവസം വൈകിയാണ് ഇത്തവണ തെക്കുപടിഞ്ഞാറൻ മൺസൂൺ എത്തിയത്. അടുത്ത 5 ദിവസം ശക്തമായ കാറ്റിനും മഴയ്ക്കും സാധ്യതയുണ്ടെന്ന് കാലാവസ്ഥാ കേന്ദ്രം അറിയിച്ചു. സംസ്ഥാനത്ത് കാലവർഷം എത്തിയതായി കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ബുധനാഴ്ച മുതൽ സംസ്ഥാനത്ത് ലഭിച്ചു തുടങ്ങിയത് കാലവർഷത്തിന്റെ മഴയാണെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. അടുത്ത 5 ദിവസം അതിശക്തമായ മഴ സംസ്ഥാനത്ത് തുടരും. 3 ദിവസം വൈകിയാണ് ഇത്തവണ കാലവർഷം സംസ്ഥാനത്തെത്തിയത്. അറബിക്കടലിന്റെ തെക്കു പടിഞ്ഞാറൻ, തെക്കു കിഴക്ക് ഭാഗങ്ങളിലേക്കും ലക്ഷദ്വീപ് മേഖലയിലേക്കും കേരളം, മാഹി, കർണാടക ഭാഗങ്ങളിലേക്കും മഴ വ്യാപിച്ചതായി കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. സംസ്ഥാനത്തൊട്ടാകെ മഴയ്ക്കൊപ്പം ശക്തമായ കാറ്റിനും സാധ്യതയുണ്ട്. മണിക്കൂറിൽ 40 മുതൽ 50 കിലോമീറ്റർ വരെ വേഗത്തിൽ ശക്തമായ കാറ്റടിക്കാനാണ് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പ് നൽകി. ഇത് സംബന്ധിച്ച് ജാഗ്രതാ നിർദ്ദേശവും നൽകിയിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക്. യുവതിയുടെ അറ്റുപോയ വലത് കൈ 12 മണിക്കൂർ നീണ്ട ശസ്ത്രക്രിയയിലൂടെ കൂട്ടിച്ചേർത്തു. കൊല്ലം ട്രാവൻകൂർ മെഡിസിറ്റിയിലാണ് വിജയകരമായി ശസ്ത്രക്രിയ നടത്തിയത്. കൊല്ലം ജില്ലയിലെ ആദ്യത്തെ വിജയകരമായ മേജർ റീപ്ലാന്റേഷൻ ശസ്ത്രക്രിയയാണിത്. ഭർത്തൃപിതാവിന്റെ വെട്ടേറ്റ കിഴക്കേ തെരുവ് സ്വദേശി ജിൻസി ജോണിന്റെ കൈയാണ് തുന്നിച്ചേർത്തത്. രക്തം വാർന്ന് ഗുരുതരാവസ്ഥയിൽ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ച ജിൻസി ജോണിനെ 12 മണിക്കൂർ നീണ്ട ശസ്ത്രക്രിയയിലൂടെയാണ് രക്ഷപ്പെടുത്തിയത്. കൊല്ലം ട്രാവൻകൂർ മെഡിസിറ്റി പ്ലാസ്റ്റിക് സർജറി വിഭാഗത്തിലെ ഡോക്ടർ സാംസൺ സാമുവലിന്റെയും ഡോക്ടർ ഇന്ദ്രജിത്തിന്റെയും നേതൃത്വത്തിലുള്ള സംഘമാണ് കൈ തുന്നിച്ചേർത്തത്. ജിൻസിയുടെ ഇടത് കൈക്കും ശസ്ത്രക്രിയ നടത്തി. ജിൻസി ആശുപത്രിയിൽ തീവ്രപരിചരണ വിഭാഗത്തിലാണ്. കൊല്ലം ജില്ലയിൽ ഇത്തരത്തിലുള്ള ശസ്ത്രക്രിയ ആദ്യമായിട്ടാണ് നടത്തുന്നതെന്ന് ഡോക്ടർമാർ പറഞ്ഞു. ഈയിടെ കൊല്ലത്ത് കൈപ്പത്തി വെട്ടിമാറ്റപ്പെട്ട യുവതിയുടെ ശസ്ത്രക്രിയ ട്രാവൻകൂർ മെഡിസിറ്റിയിലായിരുന്നു സംഭവിച്ചത്. അറ്റുപോയ കൈപ്പത്തിയായിട്ട് യുവതി ഒരു 9 മണിയായപ്പോഴത്തേക്കും ട്രാവൻകൂർ മെഡിസിറ്റിയിലെ എമർജൻസി ഡിപ്പാർട്ട്മെന്റിൽ എത്തി. 9:30 നമ്മൾ മൈക്രോസ്കോപ്പിന്റെ അടിയിൽ ആ അറ്റുപോയ കൈപ്പത്തിയുടെ ചലനവള്ളികളും ഞരമ്പുകളും രക്തധമനികളും കണ്ടുപിടിച്ച് ലേബൽ ചെയ്തു വെച്ചു. അതേ സമയം കൊണ്ട് അനസ്തീഷ്യ ഡിപ്പാർട്ട്മെന്റും എമർജൻസി മെഡിസിനിലെ ഡോക്ടേഴ്സും ചേർന്ന് പേഷ്യന്റിനെ സ്റ്റെബിലൈസ് ചെയ്യുകയും ഏകദേശം 10:30 നമ്മൾ ശരീരഭാഗം കൂട്ടി യോജിപ്പിക്കുന്ന സർജറി ആരംഭിക്കുകയുണ്ടായി. മൈക്രോസ്കോപ്പിന്റെ അടിയിൽ ഒരു 12 തൊട്ട് 14 മണിക്കൂർ നീണ്ടുനിന്ന സർജറിക്ക് ശേഷം നമുക്ക് അറ്റുപോയ കൈപ്പത്തി തിരിച്ചു പിടിപ്പിക്കാൻ സാധിച്ചു. ഇപ്പൊ പേഷ്യന്റ് റിക്കവറിംഗ് ആണ്, സ്റ്റേബിൾ ആണ്. ഇത്തരം സിറ്റുവേഷനിൽ അറ്റുപോയ ശരീരഭാഗം പ്രിസർവ് ചെയ്യുന്ന രീതി ആൻഡ് അത് എത്ര പെട്ടെന്ന് നമുക്ക് മൈക്രോവാസ്കുലർ സർജിക്കൽ ഫെസിലിറ്റി ഉള്ള ഒരു സെന്ററിൽ കൊണ്ടുവരാൻ പറ്റുന്നതിൽ ഡിപ്പെൻഡ് ചെയ്തിരിക്കും എത്രത്തോളം സക്സസ്ഫുള്ളി നമുക്കിത് റീപ്ലാന്റ് ചെയ്യാൻ പറ്റുക എന്നുള്ളത്. ഇരു കൈകളിലെയും വിരലുകൾ നഷ്ടപ്പെട്ടയാൾക്ക് കാലിൽ നിന്നുള്ള വിരലുകൾ വെച്ചുപിടിപ്പിച്ച് ഡൽഹി സഫ്ദർജംഗ് ആശുപത്രിയിൽ നടത്തിയ ശസ്ത്രക്രിയാ സംഘത്തിലും ഡോക്ടർ സാംസൺ ഷാമുവൽ അംഗമായിരുന്നു. 12 മണിക്കൂർ നീണ്ടുനിന്ന ശസ്ത്രക്രിയയിൽ നൂതന സാങ്കേതിക വിദ്യയായ മൈക്രോസ്കോപ്പുകളുടെ സഹായത്തോടെ കൈയിലെ തലമുടിയേക്കാൾ നേർത്ത രക്തക്കുഴലുകൾ പരസ്പരം തുന്നിച്ചേർത്ത രക്തയോട്ടം പുനഃസ്ഥാപിക്കുകയായിരുന്നു. കൂടാതെ കൈകളുടെ ചലനശേഷിയും സ്പർശനശേഷിയും ലഭിക്കുന്നതിനായി പ്രധാന നാഡികളും വിരലുകളുടെ ചലനത്തെ നിയന്ത്രിക്കുന്ന സൂക്ഷ്മമായ ഞരമ്പുകളും ശസ്ത്രക്രിയയിൽ കൂട്ടിച്ചേർത്തു. ഒടുവിൽ വിരലുകളിലേക്കുള്ള രക്തയോട്ടം പൂർവ്വസ്ഥിതിയിലാവുകയും കൈയുടെ സ്വാഭാവിക നിറം കൈവരിക്കുകയും ചെയ്തു. 15 ദിവസത്തെ പരിചരണത്തിനൊടുവിൽ രോഗി കൈവിരലുകൾ സ്വയം ചലിപ്പിക്കാൻ തുടങ്ങിയതിന്റെ ഭാഗമായി ആശുപത്രിയിൽ നിന്നും ഡിസ്ചാർജ് ചെയ്തു. ന്യൂസ് ബ്യൂറോ, കൊല്ലം.
കൊല്ലത്തെ നടുക്കിയ കൊലപാതക കേസിൽ പ്രതിയുമായി തെളിവെടുപ്പ്. കന്യാകുമാരി തക്കല സ്വദേശി വിജുവുമായാണ് തെളിവെടുപ്പ് നടത്തിയത്. കടത്തിണയിൽ കിടന്നുറങ്ങുകയായിരുന്ന മുണ്ടയ്ക്കൽ സ്വദേശി രാജേന്ദ്രൻ കൊല്ലപ്പെട്ട കേസിലാണ് തെളിവെടുപ്പ്. കൊല്ലം സിറ്റി പോലീസ് കമ്മീഷണറുടെ ഓഫീസിന് മുന്നിൽ നടന്ന നഗരത്തെ നടുക്കിയ കൊലപാതക കേസിലാണ് പ്രതിയുമായി പോലീസ് തെളിവെടുപ്പ് നടത്തിയത്. ACP രാജേഷ് ടിആറിന്റെ നേതൃത്വത്തിലായിരുന്നു തെളിവെടുപ്പ്. സംഭവ സ്ഥലത്ത് പ്രതിയെ എത്തിച്ച് വളരെ വേഗത്തിൽ തെളിവെടുപ്പ് പൂർത്തിയാക്കി കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു. കന്യാകുമാരി തക്കല സ്വദേശിയായ വിജുവിനെയാണ് തമിഴ്നാട് വാൽപ്പാറയിൽ നിന്ന് കഴിഞ്ഞ ദിവസം പോലീസ് അറസ്റ്റ് ചെയ്തത്. കമ്മീഷണർ ഓഫീസിൽ നിന്ന് 100 മീറ്റർ അകലെ ലോട്ടറി വിൽപ്പനക്കാരനെ ക്രൂരമായി കൊലപ്പെടുത്തിയ കേസിലാണ് അറസ്റ്റ്. കഴിഞ്ഞ മാസം 25-നായിരുന്നു സംഭവം. കമ്മീഷണർ ഓഫീസിൽ നിന്ന് 100 മീറ്റർ മാത്രം അകലെയുള്ള കടയ്ക്ക് മുന്നിൽ ഉറങ്ങുകയായിരുന്ന മുണ്ടക്കൽ സ്വദേശിയായ രാജേന്ദ്രനാണ് കൊല്ലപ്പെട്ടത്. കൊലപാതകത്തിന് ശേഷം പ്രതി നടന്നു പോകുന്ന CCTV ദൃശ്യങ്ങൾ പോലീസിന് ലഭിച്ചിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിൽ നടത്തിയ വ്യാപക അന്വേഷണത്തിനൊടുവിലാണ് തമിഴ്നാട്ടിൽ നിന്നും വിജു പിടിയിലായത്. പണത്തിനു വേണ്ടിയുള്ള കൊലപാതകമാണ് നടന്നതെന്ന് സിറ്റി പോലീസ് കമ്മീഷണർ ഹേമലത പറഞ്ഞു. ഫൈൻഡ് ഇതൊരു നമുക്ക് ഇത് ആദ്യത്തെ കേസാണ്. അവർക്കെല്ലാം നേരത്തെ ഉള്ള കേസ്. സോ ടു ഫൈൻഡ് അങ്ങനെ ഉണ്ടെങ്കിലും ഫർദർ നമ്മൾ ഒരാളെ കസ്റ്റഡിയിൽ എടുത്ത് ചോദ്യം ചെയ്ത് തെളിവെടുപ്പെടുത്തി അങ്ങനെ ഒരുപാട് പ്രൊസീജിയേഴ്സ് ഉണ്ട്. നമ്മൾ പെട്ടെന്ന് ഒരാളെ കണ്ടപ്പോൾ ഇറ്റ്സ് ടു ഏർലി ടു കൺക്ലൂഡ് ഓൺ ദാറ്റ്. ഓക്കെ, ആക്ച്വലി റിസൾട്ടിലേക്ക് എത്തുന്നില്ല. അതിനായിട്ടുള്ള കുറച്ച് പ്രാക്ടിക്കൽ ഡിഫിക്കൽട്ടീസും ഉണ്ട്. നമുക്ക് ഒരുപാട് ഇപ്പൊ ലേറ്റർ നിങ്ങൾ പറഞ്ഞ സ്പെസിഫിക് കേസ് എനിക്ക് മനസ്സിലായി. ആ സ്പെസിഫിക് കേസിൽ ഈച്ച് ആൻഡ് എവറിത്തിങ് ആൻഡ് ഡെവലപ്മെന്റ്സ് പേഴ്സണലി ഞാൻ ഫോളോ അപ്പ് ചെയ്യുന്ന കേസാണ്. സോ ആക്ച്വലി ഇതൊരു 3 മാസത്തിൽ അളവിലുള്ള കേസുകൾ ഏകദേശം നമ്മൾ 26 കേസുകളിൽ അറസ്റ്റ് നടന്നിട്ടുണ്ട്. ഇവൻ ഇന്ന് പോലും 2 വെഹിക്കിൾ തെഫ്റ്റ് കേസിൽ നമുക്ക് മോർണിംഗ് ഡിറ്റക്ഷൻ ഉണ്ടായിരുന്നു. സോ പോലീസ് ടീം എല്ലായിടത്തിലും ഓൺ ഫീൽഡ് പ്രസന്റ് ആണ്. ഈ പറഞ്ഞ കേസിലും ഇവൻ ഏകദേശം ഇമീഡിയറ്റ്ലി വിത്തിൻ 24 hours ആൾ നമുക്ക് ഐഡന്റിഫൈ ആയി. ആളിനെ നമുക്ക് മനസ്സിലായി. ആളുടെ ലൊക്കേഷൻസ് ഒക്കെ കണ്ടെത്തി. 2 ടീം അതിന്റെ പുറകിലാണ്. 2 ടീം നേരത്തെ പോയിട്ട് തിരിച്ചു വന്നതും കൂടെ. സോ വി ആർ ഓൺ ഇറ്റ് ആൻഡ് വി ആർ വർക്കിംഗ് ഓൺ ഇറ്റ്. ഒരു പ്രാവശ്യം നമ്മുടെ കയ്യിൽ നിന്ന് ആള് ബിൽഡിംഗിൽ നിന്ന് ചാടി മിസ്സായതാണ്. കാർ സീസ് ചെയ്തു. ഈവൻ ഈ കേസിൽ പോലും മർഡർ കേസിൽ പോലും നമുക്ക് മൊബൈൽ ഫോണൊക്കെ പെട്ടെന്ന് സീസ് ചെയ്യാൻ കിട്ടിയിട്ടുണ്ടായിരുന്നു. സോ വി ആർ വർക്കിംഗ് ഓൺ ഇറ്റ്. അപ്പൊ നമുക്ക് അതിനായിട്ടുള്ള എത്തിപ്പെടാനുള്ള കുറച്ച് ക്ലൂസും പിന്നെ ഇൻവെസ്റ്റിഗേഷൻ പോകുന്ന ഒരു ഫ്ലോ ഉണ്ട്. സോ എന്തായാലും ഞങ്ങൾ അതിന് ഫുൾ ടൈം അതിനോട് സ്പെഷ്യൽ സ്ക്വാഡ് ഉണ്ട്. ACP is looking after that. Okay. ആക്ച്വലി അതൊരു റീസെന്റ് അതിനൊരു നടപടി എടുത്തിട്ടുണ്ട്. നോട്ട് ഓൺലി ദിസ്, നമുക്ക് നേരത്തെ കർണാടകലി ഭാഗത്ത് 2-3 ഇൻസ്റ്റൻസിന് ശേഷം ആക്ച്വലി വി ആർ സ്പ്ലിറ്റിംഗ് അപ്പ് ദ പാട്രോളിംഗ്. അപ്പൊ കുറച്ച് ബൈക്ക് പാട്രോളിംഗ്സ് ഇംപ്രൂവ് ചെയ്യാനും കുറച്ചും കൂടി കൺട്രോൾ റൂമിന്റെ പാട്രോളിംഗ്സ് ഇംപ്രൂവ് ചെയ്യാനുള്ള ഒരു പുതിയ ഫോർമാറ്റ് ഇറക്കിയിട്ടുണ്ട്. പ്ലസ് അത് മാത്രമല്ല ഗവൺമെന്റ് മിനിങ്ങാണ് നമുക്ക് ഓപ്പറേഷൻ തുഫാന്റെ ഒരു ഇനാഗ്രേഷൻ നടന്നിട്ടുണ്ട്. സോ അതിന്റെ ഭാഗമായിട്ട് നമ്മൾ കുറച്ചുള്ള ഒരു അതർ ലെവൽ ഓഫ് എൻഫോഴ്സ്മെന്റ് ആൻഡ് കുറച്ചും കൂടി എക്സ്ട്രാ ഡിപ്ലോയ്മെന്റ് ചെയ്ത് നമ്മൾ പാട്രോളിംഗ് ഒക്കെ ശക്തമാക്കിയിട്ടുണ്ട്. സോ ഈ ഏർലി മോർണിംഗ് എസ്പെഷ്യലി ഏർലി മോർണിംഗ് നടക്കുന്ന വിഷയത്തിൽ വി ആർ ഹാവിംഗ് എ സ്പെഷ്യൽ ഫോക്കസ് ആൻഡ് വിൽ ഡു ഇറ്റ്. താങ്ക് യു. ഫോക്കസ് ചെയ്തതായിട്ട് കാണുന്നില്ല. ബിക്കോസ് ഇദ്ദേഹത്തിന്റെ ഒരു മോഡസ് കണ്ട സമയത്ത് ഇതേപോലെ ഒരു പ്രായമുള്ള ഒരാളാണ് തമിഴ്നാട്ടിലെ തക്കല ഭാഗത്ത് അറ്റാക്ക് ചെയ്തതായിട്ട് നമുക്ക് അറ്റാക്ക് ആൻഡ് മർഡർ ഓൾസോ നമുക്ക് മനസ്സിലാക്കിയത്. സോ രാജേന്ദ്രൻ ഇസ് സ്പെസിഫിക് ടാർഗറ്റ് ആണോ ഇല്ല റാൻഡം ടാർഗറ്റ് ആണോ എന്നുള്ളത് നമുക്ക് ഇൻവെസ്റ്റിഗേഷൻ ഫർദർ പോയാലോ എനിക്ക് മനസ്സിലാവും. മോഡസ് സെയിം ആയിട്ടില്ല, ബട്ട് ഏകദേശം ദ സർക്കംസ്റ്റൻസസ് പ്രൂവ്സ് ഇറ്റ് വാസ് ഓൾമോസ്റ്റ് സെയിം. സോ അപ്പൊ നമ്മൾ തക്കല ടീമായിട്ട് അത് ആ സമയത്ത് അത് ഇൻട്രോഗേറ്റ് ചെയ്ത സ്ക്വാഡുകാരായിട്ടും പിടിച്ച ആൾക്കാരായിട്ടും ഡിസ്കഷൻ നടത്തുന്നുണ്ട്. സോ വി ആർ ഇൻ കോർഡിനേഷൻ വിത്ത് കന്യാകുമാരി പോലീസ്. തമിഴ്നാട്ടിലും സമാന കേസുകളിൽ ഉൾപ്പെട്ടിട്ടുള്ള പ്രതിയാണ് വിജു. ചെറുപ്പകാലം മുതൽ തന്നെ വീട്ടിൽ നിന്ന് പുറംപണികൾക്കായി അലിഞ്ഞു തിരിഞ്ഞു നടക്കുന്ന പ്രകൃതക്കാരനാണ് ഇയാളെന്നാണ് അന്വേഷണത്തിൽ അറിയാൻ കഴിഞ്ഞത്. കേരളത്തിലെ വിവിധ സ്ഥലങ്ങളിൽ ചെറുപ്രായത്തിൽ തന്നെ എത്തി ജോലി ചെയ്തിട്ടുണ്ട്. മോഷണ കേസിലും ഇയാൾ തമിഴ്നാട്ടിൽ ജയിൽവാസം അനുഭവിച്ചിട്ടുണ്ട്. ന്യൂസ് ബ്യൂറോ, കൊല്ലം. പ്രധാന വാർത്തകൾ വീണ്ടും. നിർമ്മാണ തുക നൽകിയില്ല. അംഗനവാടി പൂട്ടി താക്കോലുമായി കരാറുകാരൻ സ്ഥലം വിട്ടു. കരവാളൂർ പഞ്ചായത്തിലെ 21-ാം നമ്പർ അംഗനവാടിയിലാണ് സംഭവം. ഏഴാം മൈലിൽ സ്വകാര്യ സ്കൂളിൽ വിദ്യാർത്ഥികൾക്ക് ഭക്ഷ്യവിഷബാധ. കുട്ടികളെ വിവിധ ആശുപത്രികളിൽ പ്രവേശിപ്പിച്ചു. വെള്ളത്തിൽ നിന്നാണ് വിഷബാധ ഉണ്ടായതെന്ന് സൂചന. ഇന്ധന വില വർധനവിൽ വ്യാപക പ്രതിഷേധം. സംസ്ഥാന വ്യാപക പ്രതിഷേധവുമായി CPIM. ഏരിയ കേന്ദ്രങ്ങളിൽ കേന്ദ്ര സർക്കാർ ഓഫീസുകൾക്ക് മുന്നിൽ ധർണ.
സംസ്ഥാനത്ത് കാലവർഷം എത്തിയതായി കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. 3 ദിവസം വൈകിയാണ് തെക്കു പടിഞ്ഞാറൻ മൺസൂൺ എത്തിയത്. അടുത്ത 5 ദിവസം ശക്തമായ കാറ്റിനും മഴയ്ക്കും സാധ്യത. ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.